ഹായ് എവരിബഡി, ഞാൻ ഡോക്ടർ ജയലക്ഷ്മി പ്രിയ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദശമൂല കടുത്രയ കഷായം എന്ന കഷായത്തെ പറ്റിയാണ്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു മരുന്നാണ് ദശമൂല കടുത്രയ കഷായം. ദശമൂല കടുത്രയ കഷായത്തിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ദശമൂലവും കടുത്രയവും ആടലോടകത്തിന്റെ വേരുമാണ്. കടുത്രയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചുക്ക്, തിപ്പലി, കുരുമുളക്, പിന്നെ ദശമൂല മരുന്നുകളും കൂടെ ചേർന്നാണ് ദശമൂല കടുത്രയം കഷായം ഉണ്ടാക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അലർജിക് കണ്ടീഷൻസിലാണ് ഇത് കൊടുക്കാറ്. വിട്ടുമാറാത്ത ചുമ, പനി, ശ്വാസം മുട്ട്, അതുപോലെ തന്നെ നെഞ്ചത്തും പുറത്തും മുതുകിലും ഒക്കെ വേദനയുള്ള കണ്ടീഷൻസ്, സന്ധിവാതമായിട്ടുള്ള കണ്ടീഷൻസ്, അങ്ങനെയുള്ളിടത്താണ് നമ്മൾ സൈനസൈറ്റിസ്, തലവേദന ഒക്കെയുള്ള കണ്ടീഷൻസിലാണ്. കഫം, അതുപോലെ തന്നെ കഫത്തിൻ്റെ ശല്യം വളരെ അധികമായിട്ടുള്ള കണ്ടീഷൻസിലും ഒക്കെ നമ്മൾ ദശമൂല കടുത്രയ കഷായം കൊടുക്കാറുണ്ട്. നമുക്ക് ഈ കഷായം ഇപ്പോൾ കട്ടി കഷായ രൂപത്തിലും അതുപോലെ തന്നെ ചൂർണത്തിലും ഗുളിക രൂപത്തിലും ലഭ്യമാണ്. കട്ടി കഷായ രൂപത്തിലാണ് മിക്ക കമ്പനീസും ഈ കഷായം പുറത്തിറക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 15 ml കഷായത്തിനകത്ത് അതിൻ്റെ 2 ഇരട്ടി വെള്ളം ചേർത്ത് 2 നേരം കഴിക്കാനാണ് ഡോക്ടർ പറയുന്നത്. ഗുളിക രൂപത്തിലാണെങ്കിൽ 2 ഗുളികയാണ് നമ്മൾ ഡോസ് പറയുന്നത് ആഹാരത്തിന് മുമ്പ്. ചൂർണമാണെങ്കിൽ 5-10 ഗ്രാം ചൂർണം, അത് ഒരു 100-150 ml വെള്ളത്തിൽ തിളപ്പിച്ച ശേഷം 2 നേരം കഴിക്കാനാണ്, ആഹാരത്തിന് മുമ്പ് കഴിക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ ദശമൂല കടുത്രയ കഷായത്തിൻ്റെ കൂടെ കോമൺ ആയിട്ട് നമ്മൾ അമൃതാരിഷ്ടവും അതുപോലെ തന്നെ വിൽവാദി ഗുളിക, അതുപോലെ തന്നെ ശ്വാസാനന്ദം ടാബ്ലറ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. അതായത് ഒരു അലർജിറ്റിക് കഫ കണ്ടീഷൻസ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിലാണ് നമ്മൾ പൊതുവേ ഈ ദശമൂല കടുത്രയ കഷായം കൊടുക്കുന്നത്. വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ് ഇത്. ദശമൂല കടുത്രയ കഷായത്തിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്